ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടി എന്തിനാന്നറിയോ? പറയാതറിയാൻ ഞങ്ങൾ ചോദിച്ചതൊന്നുമല്ല. എന്താന്ന് വെച്ചാൽ പറ. എന്തെങ്കിലും ഉടായ്പിലാവും, അതാണല്ലോ പതിവ്. പതിവ് അതൊക്കെ തന്നെയാണ്, പക്ഷെ ഇന്ന് അതൊന്നുമല്ല. പിന്നെ പറയാം. ഇന്ന് എത്ര തീയതി ഓർമ്മണ്ടോ? ഇന്ന് സ്കൂൾ കൂട്ടിയ ദിവസം എന്നുവെച്ചാ ഡിസംബർ 22. ഇന്നെന്താ എത്ര വൃത്തിയാ? എന്നാ അത് മാത്രല്ല, ഇന്നേക്ക് 3-ാം ദിവസം ക്രിസ്മസ് ആണ്. ഇതാണ് അത്ര ബിൽഡപ്പിൽ പറഞ്ഞോണ്ട് വന്നേ. ആദ്യം ഞങ്ങൾക്ക് അറിയുന്ന കാര്യം 25-ാം തീയതി ക്രിസ്മസ് ആണെന്ന്. അറിയാലോ. അപ്പൊ എന്താ ഇത്തവണത്തെ പ്ലാൻസ്? പുൽക്കൂടും ക്രിസ്മസ് ഡേയും ഉണ്ടാക്കണം. പിന്നെ സാന്റ വരും, സാന്റ ഗിഫ്റ്റ് കൊണ്ടുവരും. ആ കാര്യമാണ് എനിക്കും പറയാനുള്ളത്. സാന്റ വരും. വരട്ടെ. അല്ല, ഇത്തവണ സാന്റ വരുന്ന ഉറപ്പാണല്ലോ അല്ലേ? വരും, അന്ന് എന്നോട് പറഞ്ഞതാ. അപ്പൊ വരും. അല്ല, ചേച്ചിക്ക് എന്താ പറയാണ്ടെന്ന് പറഞ്ഞു? എല്ലാ തവണയും സാന്റ വരുന്ന്, ഗിഫ്റ്റ് തരുന്ന് പോണ്. ഇത്തവണ അതിനൊരു മാറ്റം വേണ്ടേ? ഒരു മാറ്റവും വേണ്ട. സാന്റ വരണം, ഗിഫ്റ്റും വേണം. അത് വേണം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. പിന്നെ എന്താ? എടി, സാന്റ വന്ന് ഗിഫ്റ്റ് തരുന്നതല്ലാതെ നമ്മൾ തിരിച്ചെന്തെങ്കിലും സാന്റയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും? അത് ശരിയാണല്ലോ, നമ്മൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അത് മോശമായി. നിങ്ങൾ വിഷമിക്കണ്ട. ഇത്തവണ സാന്റയ്ക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം. കൊടുക്കാം. അതെ, കൊടുക്കണം. പക്ഷെ എന്ത് കൊടുക്കും? സാന്റയ്ക്ക് എന്തായിരിക്കും ഇഷ്ടം? അത് നോക്കണ്ട. നമുക്ക് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കി കൊടുത്താലോ? ഒരു ക്രിസ്മസ് കേക്ക്. അത് വിളിക്കൂ. എന്നാ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. സാന്റ റെഡിന്റെ ആളായതുകൊണ്ട് ഇഷ്ടപ്പെടും. ഓക്കെ, സെറ്റ്. എന്നാ നമുക്ക് അതിന്റെ പരിപാടികൾ നോക്കാം. അല്ല, ഒരെണ്ണം വാങ്ങിച്ചെടുത്ത പോലെ. നോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതാവും സാന്റയ്ക്ക് സന്തോഷം. അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാ. എന്നാ നാളെ തന്നെ അതിന്റെ പരിപാടികൾ തുടങ്ങാം അല്ലേ? അതെ, മറ്റന്നാൾ ചിലപ്പോ സമയം കിട്ടൂല. നാളെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. സാന്റ മറ്റന്നാൾ രാത്രിയല്ലേ വരുന്നേ? അങ്ങനെയാണ് പതിവ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ രാത്രിക്ക് മുന്നേ വന്നിട്ടുണ്ട്. ഇത്ര ഇവിടെ കഴിഞ്ഞ 2 തവണ രാത്രി 11 കേട്ടല്ലേ വന്ന്. അപ്പൊ ഇത്തവണ അങ്ങനെ തന്നെ ആവും. എന്നാ നമുക്ക് പോയിട്ട് സ്റ്റോർ റൂമിൽ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. എന്തേലും കുറവുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങി വെക്കണം. ഓക്കെ. അല്ലതി നമ്മുടെ സാന്റ വരല്ലോ അല്ലേ? പിന്നെ വരാതെ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞത് ഐ വിൽ ട്രൈ എന്നാണോ പറഞ്ഞേ? ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കാന്നല്ലേ ഉള്ളൂ. എന്നാലും സാന്റ ട്രൈ എന്ന് പറഞ്ഞാൽ വരും, ഉറപ്പാ. എന്തായാലും വാ, ബാക്കി പരിപാടി നോക്കാം. പാവം കുട്ടികൾ, അവർക്കറിയില്ലല്ലോ ഇത്തവണ അവരുടെ സാന്റ വരില്ലെന്ന്. അല്ല, വരില്ലെന്ന് ഇത്ര ഉറപ്പ്? നീ ഇത് കണ്ടോ? ഇന്നലെ ഇവിടുത്തെ ലെറ്റർ ബോക്സിൽ പോസ്റ്റ്മാൻ കൊണ്ടിട്ടതാ. ഞാനിത് അടിച്ചു മാറ്റി. അതെന്തിന്? എന്തിനെന്നോ, ഇവർക്കൊരു പണി കൊടുക്കാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ നടക്കുക. കഴിഞ്ഞ ക്രിസ്മസിന് കിളവൻ സാന്റ എന്നെ പറപ്പിച്ചു. ഗോട്ടുപാലാരിവട്ടം. എന്നിട്ട് എന്തേ കത്തില്? എന്നാ വായിച്ചു നോക്ക്. ഒന്നും മനസ്സിലായില്ലല്ലേ? ഇത് ഹീബ്രു ഭാഷ. എന്നിട്ട് ആശാൻ എങ്ങനെ മനസ്സിലായി? അതിനല്ലേ ഗൂഗിൾ ലെൻസ്. എന്താ മോനെ? എന്നിട്ട് എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? പാലസ്തീനിലെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളെ കാണാൻ അങ്ങോട്ട് പോകുന്നതിനാൽ അടുത്ത തവണ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് സ്വന്തം സാന്റ. ഓഹോ, അപ്പൊ എന്താണ് ആശാന്റെ പ്ലാൻ? പ്ലാൻ പറയാം. സാന്റ വരാത്ത കാര്യം അറിയാതെ സാന്റയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇവരെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു ഒരു വലിയ ഗിഫ്റ്റുമായി. ഞാൻ ചെല്ലുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. അവരകത്തേക്ക് കയറാൻ പറയുന്നു, ഞാൻ കയറുന്നു. അകത്തേക്ക് കയറുന്നു, കേക്ക് തിന്നാൻ പറയുന്നു. അപ്പം ഞാൻ കേക്ക് തിന്നുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. പോക്കറ്റിൽ നിന്നും ക്രിസ്മസ് സ്പെഷ്യൽ മുട്ടായി എന്ന് പറഞ്ഞു ഉറക്കവിളി ചേർത്ത മുട്ടായി അവർക്ക് ഞാൻ കൊടുക്കുന്നു. അത് തിന്ന് അവർ മയങ്ങി വീഴുന്നു. അതേസമയം അവിടെയുള്ള എല്ലാം അടിച്ചെടുത്തിട്ട് ഞാൻ സ്ഥലം വിടുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? കൊള്ളാം. എന്നവാ, മറ്റന്നാ രാത്രി വരാം.
എന്നാ നമുക്ക് തുടങ്ങിയാലോ? അമ്മ വരുന്നതിന് മുന്നേ കേക്ക് ഫ്രിഡ്ജിൽ കയറ്റണം. യാ. അല്ലെങ്കിലും അമ്മ വന്നപ്പോ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, കാണുമ്പോ ഒരു സർപ്രൈസ് ആവട്ടെ. അത് ശരിയാ, അമ്മ ഉണ്ടാ ഞെട്ടും. എന്നുണ്ടാക്കാം. എല്ലാരും സെറ്റ് അല്ലേ? Let's start. ചേച്ചി, അമ്മ കേക്ക് കണ്ടോ? ഇതുവരെ ഒന്നും പറഞ്ഞില്ല, ചെലപ്പോ കണ്ടു കാണൂല. കാണുമ്പോ സർപ്രൈസ് ആവും. അല്ലെ നീ കാണുമ്പോ അമ്മയ്ക്ക് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ച് അമ്മ എടുത്ത് തിന്നോ? അയ്യോ, തിന്നോ? പറയാൻ പറ്റില്ല. ഏയ്, സാന്റയ്ക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോ എടുത്ത് തിന്നും. അല്ല, ഉണ്ണി യേശുല്ലേ പുൽക്കൂട്ടില്? അത് നാളെ വെക്കൂ, അതാണ് അതിന്റെ ഒരു ഇത്. ഓഹോ, എന്നാ അങ്ങനെ ആവട്ടെ. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ ചേച്ചി? പിന്നല്ല, ഫുൾ സെറ്റ്. ലൈറ്റ് ഓൺ ആക്ഷൻ. ചേട്ടായി പെട്ടെന്ന് വരില്ലേ? ആ ചേച്ചി കേക്ക് സെറ്റ് ആണല്ലോ അല്ലേ? ആ കേക്കൊക്കെ സെറ്റ്. ഇനി കുറച്ച് ബലൂണും കൂടെ ക്രിസ്മസ് ട്രീയിൽ വെക്കാനുണ്ട്. വേഗം വെച്ചല്ലെങ്കിൽ ആ, വെക്കാൻ പോവാ. എനിക്ക് എവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ട്. ആ കള്ളപ്പൂച്ച അതിലെ കറങ്ങി നടപ്പുണ്ട്. നമ്മളുണ്ടാക്കിയ കേക്ക് കട്ട് തിന്നാനാണോ എന്ന് ഒരു സംശയം. ഞാൻ അതിന്റെ പുറകെ നടക്കായിരുന്നു. ആ കാര്യം നീ ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ബലൂണൊന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കാം. ദേവു, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോന്ന് പപ്പ ചോദിക്കുന്നുണ്ട്. ഏയ്, ഒന്നുമില്ല. ചിക്കൻ വാങ്ങിയോ? വൈൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോന്ന് പറ. വൈൻ കിട്ടുകയാണെങ്കിൽ മേടിക്കാന്, സാണ്ടയ്ക്ക് കൊടുക്കാനായിരിക്കും. ചേട്ടായി പെട്ടെന്ന് വരില്ലേ? ചേച്ചി, അല്ലെങ്കിൽ ബലൂണ് പിന്നെ തൂക്കാം, വെയിലറിക്കോട്ടെ. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? കുട്ടികളെ ഇങ്ങോട്ടൊന്ന് വരുമോ? ചാക്കൊക്കെ ആയിട്ട് എന്താ? ആരാ ചേച്ചി ഇത്? പരിചയമുള്ള ആരെങ്കിലും ആണോ? അറിയില്ല, പിച്ചക്കാരനാണെന്ന് തോന്നുന്നു. പിച്ചക്കാരനും അല്ല മക്കളെ, പഴയതെടുക്കുന്ന ആളാണ്. അല്ല, കക്കാനെ പിടിച്ചു തുറക്കാൻ വന്നതാവും. അതിനൊന്നും വന്നതല്ല. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ദാഹിച്ചിട്ട് തൊണ്ട വരണ്ട്. പാവുണ്ട് ചേച്ചി, അപ്പൂപ്പന് മയ്യാന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ടൊരു കള്ള ലക്ഷണം തോന്നുന്നുണ്ട്. ഏയ്, ഇതങ്ങനെയുള്ള ആളൊന്നുമല്ല, കണ്ടറിഞ്ഞൂടെ? പക്ഷെ ഉറപ്പിക്കണ്ട. അപ്പൂപ്പന് അകത്തോട്ട് വാ, വെള്ളം തരാം. കേൾക്കേണ്ട താമസം കയറി വന്നു. നിങ്ങളിവിടെ ഇരുന്നോ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ഞാൻ നോക്കിക്കോളാം. ഈ ബെഞ്ചിലോട്ട് കയറിയിരുന്നോ? ഓ വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അതാ നല്ലത്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയല്ലോ. ക്രിസ്മസ് ആയിട്ട് എന്താ വിശേഷം? ഹേയ്, വിശേഷമൊന്നുമില്ല. പിന്നെ സാൻഡിക്ക് എടുക്കാനൊരു കേക്ക് ഉണ്ടാക്കി. ആണോ? എന്ത് കേക്കാ? റെഡ് വെൽവെറ്റ് കേക്ക്. നല്ല രുചിയായിരിക്കും അല്ലേ? കേക്കിന്റെ രുചി ഉണ്ടാവും. ഞാൻ കേക്കൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന്റെ രുചി എന്താന്ന് പോലും എനിക്കറിയില്ല. ഇത് സാൻഡിക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അമ്മാവാ. അല്ലാതെങ്കിൽ ലക്ഷണം തരായിരുന്നു. ഏയ്, എനിക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഷുഗറാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ പൂപ്പ വെള്ളം.
അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. വീണ്ടും കാണാം. കാണണോ? ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അയാൾ പോയോ? എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കായിരുന്നു. ഓ പിന്നെ വെള്ളം ചോദിച്ചു കൊടുത്തു, അതെന്നെ ധാരാളം. ഞാനുണ്ട് ചേച്ചി. മറ്റേ കാര്യം പറഞ്ഞില്ലല്ലോ അമ്മേനോട്. ആ, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇല്ല. എന്താ? ബാ കാണിച്ചു തരാം. ആ സർപ്രൈസ് കണ്ട് അമ്മ സർപ്രൈസ് ആവരുത്. ഓക്കെ. ദാ. ഏ, ഇതാര് മുറിച്ച്? അപ്പൂപ്പ എന്താ മോളെ? ഇതാ ഇത് കഴിച്ചോ, ആരും കണ്ട. താങ്ക് യു മോളെ. നന്നായി വറ്റ മോളെ. ഹാപ്പി ക്രിസ്മസ് അപ്പൂപ്പ. ഞാൻ പോട്ടെ. എന്താടി ഇത്? എനിക്ക് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നതാ. അപ്പൊ നോക്കുമ്പോ ദേ മുറിഞ്ഞ കേക്ക്. എന്നാലിത് വല്ലാത്ത ചതിയായി പോയി മോളെ. ഞാനത് അപ്പൂപ്പൻ കേക്ക് തിന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അത് സാൻഡിക്ക് എടുത്തു വെച്ച കേക്ക് അല്ലായിരുന്നു തീയ, അതിന്ന് എടുത്തു കൊടുക്കണായിരുന്നോ? എന്താ ഇവിടെ ഒരു ബഹളം? അത് ഇവരൊരു കേക്ക് ഉണ്ടാക്കി സാൻഡ വരുമ്പോ കൊടുക്കാനായിട്ട്. ഇവരൊറ്റയ്ക്കോ? കൊള്ളാലോ. കൊള്ളായിരുന്നു. പക്ഷെ അതിന് വലിയൊരു കഷ്ണം എടുത്ത് ഇവിടെ വന്ന പിച്ചക്കാരന് കൊടുത്തു തീയ. ഒരു കൊടുക്ക വേണ്ടത്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അവള് പാവം തോന്നി ചെയ്തായിരിക്കും അല്ലേ ദിയ? വേണ്ട കുഞ്ഞു കരയണ്ട കേട്ടോ. ആ വേണ്ട കരയണ്ട. നമുക്ക് ചേച്ചിക്ക് വായിൻ കൊടുക്കരുത് കേട്ടോ. അല്ല, ആ ബെഡ്റൂമിൽ എന്തൊരു ചാക്കിരിക്കുന്നേ? ചാക്കോ? അത് വേറെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട് പപ്പയ്ക്ക് തോന്നിയാവും. ഇതാ പിച്ചക്കാരന്റെ അല്ലേ? ചിലപ്പം മറന്നു വെച്ച് പോയതാവും അയാള്. ബെഡ്റൂമിലോ? ആ അത് ശരിയാണല്ലോ. എന്തായാലും അതെന്താ നോക്ക്. ഇതൊരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഉണ്ടല്ലോ. ഗിഫ്റ്റോ? നോക്കിക്ക് എന്താന്ന്. ചാക്കിന്ന് പുറത്തെടുക്ക്. എന്താ ലെറ്ററില്? നോക്കട്ടെ. Dear Diya, thank you for your delicious Christmas cake. I really loved it. And you're so kind-hearted girl I ever seen. Once again, happy Christmas. With love, your Santa Claus. അപ്പൊ നേരത്തെ വന്ന പിച്ചക്കാരൻ ഇപ്പൊ എന്തായി? നിങ്ങൾ പിച്ചക്കാരനാന്ന് വിചാരിച്ച് അവഗണിച്ചു വിട്ടത് സാന്റേനായിരുന്നു. ദൈവം അമ്പലങ്ങളിലും പള്ളികളിലും മാത്രമൊന്നുമല്ല, മനുഷ്യർക്ക് ഇടയിലും ഉണ്ടാവും. ദിയമോളെ പോലെ കണ്ണ് തുറന്ന് കാണുന്നവർക്ക് അവരെ കാണാൻ പറ്റൂ. സോറി ദിയമോളെ, തെറ്റുപറ്റിയ ഞങ്ങക്ക. സോറി. ആ സാറില്ല ചേച്ചി. ബാ നമുക്ക് പുൽക്കുട്ടിയിൽ ബലൂൺ വെക്കാം. ആരിപ്പ ഈ നേരത്ത്? ഹാപ്പി ക്രിസ്മസ്. ഞാനെത്തി. ദേ വേറൊരു സാന്റ. ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ? നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിലോ? എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? ഇതിനു മുമ്പ് സാനിയെ കണ്ടിട്ടില്ലേ? സാന്റേനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് എന്താ ഇത്? ലോലൻ ഹൈപ്പർ മാർക്കറ്റ് നിലമ്പൂര്.
MRP 999. ഇതുപോലത്തെ ഒരു മണ്ട സാന്റേനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് അവനല്ലേ ആ കള്ളൻ? പടിപാളി എടാ ഓടിക്കോടാ പടിപാളി. ഹാപ്പി ക്രിസ്മസ്. അടുത്ത പ്രാവശ്യം വീണ്ടും വരണേ. ഓടി. പ്രഭു നിന്നെ ഞാൻ കടിച്ചു കയറി കൊല്ലും പ്രഭു. നിക്കടാ